ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴവും വെച്ചിട്ട് അത്യാവശ്യം കൂടുതൽ അളവിൽ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതിയാവും. പിന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരിപ്പൊടി വറുത്ത പൊടിയായാലും വറുക്കാത്ത പൊടിയായാലും ഒന്നും കുഴപ്പമില്ല. നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കേണ്ട, പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ഏകദേശം ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല്, നന്നായിട്ട് ചൂടായി വരണം. അതുവരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ അരിപ്പൊടി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ചൂടായി നന്നായിട്ട് വറവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു അരിപ്പൊടി വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ചട്ടിയുടെ ചൂട് വെച്ചിട്ട് നന്നായിട്ട് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വേണ്ടത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴം പകുതിയായിട്ട് മുറിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇനി പച്ചക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുഴുങ്ങിയതാവുമ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് പുഴുങ്ങിയതിനാണ് ഉണ്ടാവുക. പച്ചക്കാവുമ്പോൾ ചെറുതായിട്ട് ഒരു പച്ചച്ചൊവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുഴുങ്ങിയിട്ടാണ് ഈ ഒരു സ്നാക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴം പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും, നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ വേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അരിപ്പൊടി, വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ കൂട്ടത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സാക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്, നല്ലൊരു കട്ടിയായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരച്ച് ശർക്കര ചെറുതായിട്ട് ചിരകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ശർക്കര ചേർക്കുമ്പോഴാണ്. പിന്നെ ഈ ഒരു ശർക്കര ഇതുപോലെ ചേർക്കുന്നതിന് പകരം നേരത്തെ പഴമൊക്കെ അടിച്ച സമയത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കറുത്ത എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകമോ അല്ലെങ്കിൽ ചെറിയ ജീരകമോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചെറിയ ഉരുളകളായിട്ട് എണ്ണയിലേക്ക് ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണിലാക്കിയിട്ട് ഇതുപോലെ വടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കുറച്ച് ചെറുതായിട്ടൊരു ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ബാറ്റർ ആയത് കാരണം നന്നായിട്ട് പൊങ്ങി കിട്ടും. അത്യാവശ്യം ഓയിലൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങിയിട്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി മുട്ട ചേർക്കുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ മുട്ട ചേർക്കുമ്പോൾ മുട്ടയുടെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റുമാണ്. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ ഒന്ന് മാറിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം.
അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കളറൊക്കെ മാറി ചെറുതായിട്ട് ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പരന്നിട്ടുള്ള ഇതുപോലുള്ള ഫ്രൈ പാനിലൊക്കെ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കുകയും ചെയ്യാം. കൂടുതൽ ഒരു സമയത്ത് തന്നെ കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. കൂടുതൽ അളവിൽ ഉണ്ടാവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടിപൊളി നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.